കഴുകി ഉണക്കാണ്ടിരിക്കുന്ന ഗോതമ്പാണ്. ഇതാണ് ന്യൂട്രിമിക്സിൽ കൂടുതലായി ചേർക്കുന്നത്. ഇനി എന്തൊക്കെ ചേർക്കുന്നതെന്ന് അവരോട് ചോദിക്കാം. ഗോതമ്പ് വറുക്കുന്നത് അല്ലേ? ഗോതമ്പല്ലാതെ എന്തൊക്കെയാണ് ചേർക്കുക? കപ്പലണ്ടി, പിന്നെ മിൽക്ക് മേക്കർ, പഞ്ചസാര, കടലപ്പരിപ്പ്. പ്രവർത്തന സജ്ജരായ ഒരു കൂട്ടം യുവതികളുടെ പ്രയത്നഫലമായാണ് 5 സ്റ്റാർ ന്യൂട്രിമിക്സ് യൂണിറ്റ് ആരംഭിച്ചത്. ഇന്ന് ജില്ലയിലെ 4 പഞ്ചായത്തുകളിലെ മുഴുവൻ അംഗൻവാടികളിലും പൂരക പോഷകാഹാരം വിതരണം ചെയ്തു വരുന്നു. കുടുംബശ്രീയിലെ ചേച്ചിമാർ നടത്തുന്ന ഹോട്ടലാണിത്. എത്ര പേരുണ്ട് ചേച്ചി ഇവിടെ? 3 പേര്. 3 പേര് കൂടി നടത്തുന്നു. എങ്ങനെ ലാഭത്തിലൊക്കെ പോകും? കുഴപ്പമില്ല, ജീവിച്ചു പോവാം നമുക്ക്. എന്തൊക്കെ തീറ്റേച്ചി കൊടുക്കുന്നത്? മദർ ഫീഡാണ് കാലത്ത്, പിന്നെ ഉച്ചയ്ക്ക് വെള്ളം. ചേച്ചിയാണ് എല്ലാവരെയൊക്കെ നോക്കുന്നത്? ഞാനും മോളും രണ്ടുപേരും കൂടെ. ഇതെങ്ങനെയുണ്ട് സെയിലൊക്കെ എങ്ങനെ? ഇത് 45 ദിവസമായ കുട്ടികളെ ജോഡിക്ക് 250 രൂപ വെച്ച് കിട്ടും നമുക്ക്. അതുപോലെ തള്ളമൊയിലോളെ അങ്ങനെ 5-6 പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഇറച്ചിക്ക് ആയിട്ട് 125 രൂപ കിലോന് കൊടുക്കും. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഉൽപ്പന്ന നിർമ്മാണ കെട്ടിടങ്ങളും വിപണന കേന്ദ്രവും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. ഓരോ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള വിപണന കേന്ദ്രമാണിത്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ദാഹജലത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിലൂടെ ജലസുരക്ഷ ഉറപ്പുവരുത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നടന്നുവരുന്നു. ഒപ്പം എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന പ്രാഥമിക കർത്തവ്യവും. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുമായി എത്തിയ ചില ഗ്രാമപഞ്ചായത്തുകളെ ഇനി കാണാം. മാനന്തവാടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഭൂരിഭാഗവും അധിവസിക്കുന്നത് കൃഷിക്കാരും തോട്ടം തൊഴിലാളികളുമാണ്. ഇവർ ഏറ്റവും കൂടുതൽ രൂക്ഷമായി നേരിട്ടിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് കുടിവെള്ളക്ഷാമമാണ്. ഏകദേശം 1/2 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇവർ വെള്ളം കൊണ്ടുവന്നിരുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പിലാക്കാവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്നത്. 4 വാർഡുകൾ ചേരുന്ന സ്ഥലമാണ്. ജനങ്ങൾ പഞ്ചായത്തുമായി നടത്തിയ ചർച്ച വഴി ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കിയതോടുകൂടി ഈ പിലാക്കാവ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ കാട്ടരുവികൾ തടയണ കെട്ടി അവിടെ നിന്ന് ഈ കാണുന്ന സംഭരണികൾ ജലം സംഭരിച്ചു. കാരണം ഇത് ഏകദേശം 25,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ്. ഇവിടെ നിന്ന് 186 കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. 2005-2006 വർഷത്തിലാണ് മാനന്തവാടിയിൽ ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾക്ക് തുടക്കമിടുന്നത്. 2009ഓടെ ഇവയെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു. കാടുകളിൽ നിന്നുള്ള ചെറിയ അരുവികളിൽ ചെറിയ തടയണ നിർമ്മിച്ചാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ ടാങ്കുകളിൽ വെള്ളം ശേഖരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ അടിവാരം പ്രദേശത്ത് കുടിവെള്ളവും കാർഷിക ആവശ്യത്തിനുള്ള ജലവും ലഭ്യമാക്കുന്നത് ഒരു കരിങ്കൽ ക്വാറി വൃത്തിയാക്കി അവിടെ ശേഖരിക്കുന്ന മഴവെള്ളവും ഉറവയിലെ ജലവും ഉപയോഗിച്ചാണ്. വട്ടർകുന്ന് ടാങ്കിൽ നിന്നും കുടിവെള്ളം ലഭിക്കുന്ന ഒരു കുടുംബമാണ് ചേച്ചിയുടേത്. 24 മണിക്കൂർ വെള്ളം ലഭിക്കുന്നുണ്ട്. ചേച്ചിയോട് സംസാരിച്ചപ്പോഴാണ് ഇവിടെ എത്രത്തോളം കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നത് മനസ്സിലായത്. എങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന? നേരത്തെ ഞങ്ങള് 1/2 കിലോമീറ്റർ കൊണ്ടുവന്നാണ് വെള്ളം ഏറ്റി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തീറ്റുക. അത് കഴിഞ്ഞിട്ട് കുളിക്കണമെങ്കിൽ ദൂരെ പോകണം, കുളിച്ചിട്ട് വരണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കുടിവെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ പൈപ്പ് ലൈൻ വന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമാണ്. എപ്പോഴും വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, ഇപ്പം നല്ല സുഖമാണ്. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഒട്ടേറെ നല്ല മാതൃകകൾ വേലൂക്കര ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിക്കുകയുണ്ടായി. പല പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടിയായിരുന്നു വേളൂക്കര പഞ്ചായത്ത് സമ്പൂർണ്ണ സ്വാശ്രയ ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ 10 വർഷം മുമ്പാണ് ഈ കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നത്. അയ്യപ്പൻകാവ് കുടിവെള്ള പദ്ധതിയുടെ കുഴൽക്കിണറാണിത്. ഇവിടെ നിന്നും ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള 60 പൊതു ടാപ്പുകളിലേക്കും 22ഓളം ഹൗസ് കണക്ഷനുകളിലേക്കും വെള്ളം നേരിട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏകദേശം 500ഓളം കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ. ചേച്ചി, ഇവിടെ ഏതൊക്കെ സമയത്ത് വെള്ളം വരുന്നത്? 7 മണിക്ക് വെള്ളം വിടും. 7 മണിക്ക് വെള്ളം വിട്ട് കഴിഞ്ഞാൽ 11 മണി വരെ വെള്ളം ഉണ്ടാവും. അത് കറണ്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കുറയും. പിന്നെ 3:30 തൊട്ട് വെള്ളം വിട്ട് കഴിഞ്ഞാൽ 6:45-7 മണി വരെ വെള്ളം ഉണ്ടാവും.
കുഴൽക്കിണറുകളിൽ നിന്ന് മാത്രമല്ല കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും ജലവിതരണ പദ്ധതികൾ ആരംഭിച്ചു. 8, 9, 10 വാർഡുകളിലെ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന കുളമാണിത്. ഇവിടുന്ന് കടുപ്പശ്ശേരി കോളനിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അവിടുന്ന് 400ഓളം കുടുംബങ്ങൾക്ക് 44ഓളം പൊതു ടാപ്പുകളിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലയിലെ തിരുവല്ലുവാമല ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് അവതരിപ്പിച്ചത്. വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ഇത്. എന്നാൽ 4 വർഷമായി വേനൽക്കാലത്ത് പോലും ഇവിടെ വെള്ളത്തിന് ക്ഷാമമില്ലെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. കാരണം ധാരാളം കുടിവെള്ള പദ്ധതികളും ജലസേചന പദ്ധതികളും ഈ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളത്തിന് തിരുവേഗപ്പുറ പഞ്ചായത്തിൽ മുന്തിയ പരിഗണനയാണ് നൽകി വരുന്നത്. വളരെയധികം കുടിവെള്ളക്ഷാമം അനുഭവിച്ചിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു തിരുവേഗപ്പുറ. കഴിഞ്ഞ 4 വർഷമായി ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളെ തെരഞ്ഞെടുത്ത് ചെറുകിട ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുകയും ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്ക് വെള്ളമെത്തിക്കുവാനും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. വേനൽക്കാലമാകുമ്പോൾ ഈ പ്രദേശത്തും രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടും. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരെയാണ് തൂതപ്പുഴ. തൂതപ്പുഴയിൽ നിന്ന് മൂതിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ഈ കുന്നിൻ മുകളിലുള്ള ടാങ്കിൽ വെള്ളം ശേഖരിക്കും. അവിടെ നിന്ന് 2 കനാലുകൾ വഴി വെള്ളം കൃഷിസ്ഥലത്ത് എത്തിക്കും. ഏകദേശം 150 ഹെക്ടറോളം കൃഷിക്ക് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 30ഓളം കുടിവെള്ള പദ്ധതികളാണ് ഇവിടെയുള്ളത്. ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ടാങ്കാണിത്. തൂതപ്പുഴയിൽ നിന്ന് ഈ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നു. ഏകദേശം 2.5 ലക്ഷം ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. ഈ പ്രദേശത്ത് ഒരു 3000 കുടുംബങ്ങൾക്ക് ഇവിടെ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. ഈ ഗ്രീൻ കേരള എക്സ്പ്രസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ പഞ്ചായത്തിലും അതിപ്പോൾ ഒരു കുന്നായാലും താഴ്ന്ന പ്രദേശമായാലും എവിടെയും കുടിവെള്ളം ഒരു പൈപ്പ് അവിടെ എത്തുകയും അവരുടെ വീട്ടിൻ്റെ സൈഡ് വരെയെങ്കിലും ഒരു പൈപ്പ് എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ പഞ്ചായത്ത് ചെയ്തേക്കുന്ന ഒരു വലിയൊരു പ്രവർത്തനം തന്നെയാണ്. കാരണം ഇവിടെ കൂടുതലും സ്ത്രീകൾക്കാണ് അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വെള്ളം ഇല്ലാതായ സ്ത്രീകൾ തന്നെയാണ്. അത് നോക്കുമ്പം പഞ്ചായത്ത് അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തത് ഒരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പഞ്ചായത്തുകാർ ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. തൃശൂർ ജില്ലയിലെ തിരുവല്ലുവാമല ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് പുത്തൻമാരി. ഈ പ്രദേശത്തെ ജലക്ഷാമം ഈ പഞ്ചായത്ത് എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ഒത്തിരി ദൂരെ പോയിട്ടായിരുന്നു മുന്നേ വെള്ളം കൊണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളം വന്നേ പിന്നെ ഞങ്ങളുടെ ആ വെള്ളത്തിൻ്റെ ദാരിദ്ര്യം അങ്ങ് മാറി കിട്ടി. ഒത്തിരി സമയം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. മറ്റത് ഒത്തിരി കൊച്ചുങ്ങളെ വിടേണ്ട കാര്യമായാലും ഒത്തിരി മണിക്കൂർ സമയം 1.5 മണിക്കൂർ വെള്ളം വെളിയിലും വെച്ച് അവിടുന്ന് ഏറ്റിക്കൊണ്ട് വരണം, അങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഗ്രാമകാഴ്ചകളുമായി വീണ്ടും നാളെ. നന്ദി, നമസ്കാരം.
കാടും മലമേടും കിളിജാലമാകെ ഉണർന്നൊരു കാവും നീരും കുളിർക്കാറ്റും വേറെങ്ങുണ്ടോ? പൂവും തളിരിലയും കനിയാർന്നു താഴ്ന്നുലഞ്ഞൊരു കൊമ്പും മഞ്ഞും ഇളവയിലും വേറെങ്ങുണ്ടോ? ഈ ജന്മം നമ്മൾക്കായി തന്നൊരുക്കിയൊരമ്മയ്ക്കായി പകരം നാം എന്താണോ നൽകുന്നു? ഈ ജന്മം നമ്മൾക്കായി തന്നൊരുക്കിയൊരമ്മയ്ക്കായി പകരം നാം എന്താണോ നൽകുന്നു? താഴെ നിന്നീ കാതൽ തമ്മിൽ കൊത്തുന്നു, മേലെ നമ്മൾ വാഴും നേരം നോക്കാതെ. താഴെ നിന്നീ കാതൽ തമ്മിൽ കൊത്തുന്നു, മേലെ നമ്മൾ വാഴും നേരം നോക്കാതെ. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. മണ്ണിൽ തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാവിന്നീ മുറ്റത്തോടുന്നോ, കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാവിന്നീ മുറ്റത്തോടുന്നോ, കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ചിരമെത്ര പരസ്പര ബന്ധിതമാണെല്ലാം, ഇതിൽ നാം ഇഴ ചേർന്നവർ താളതരംഗങ്ങൾ. അവിരാമഭംഗുരമീലയമൊഴുകുമ്പോ അതിലാരും അപശ്രുതി ചേർക്കരുതേ നാളെ. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.